അപ്പോൾ നമ്മൾ ആലപ്പുഴ ക്ലാസിക്കിലാണ് വന്നിട്ടുള്ളത്. ക്ലാസിക്കിന്റെ മുകളിൽ നമ്മൾ പോയിട്ടുണ്ട്, അതായത് റൂഫ് ടോപ്പിൽ നമ്മൾ പോയി. ഇന്ന് ഇവരുടെ ലൗഞ്ച് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല കേട്ടോ, അങ്ങനെ ലൗഞ്ചിൽ ഒന്ന് വരണം. കാരണം നമ്മൾ ലൗഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരു ബാർ കംപ്ലീറ്റ് ആവില്ല. അവിടുത്തെ ഏതൊക്കെ സെഗ്മെന്റ് ഉണ്ടോ അതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലേ ഡ്രാഗൺ ചെയ്യും. അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ തൊട്ട് ബാക്കിൽ കാണുന്ന ലൗഞ്ചിലേക്ക് നമ്മളൊന്ന് വിസിറ്റ് ചെയ്യാൻ പോകും. ഓക്കെ യെസ്. അപ്പോൾ ചെറിയൊരു വിഷയം ഉണ്ടായി, മറ്റൊന്നുമല്ല. അതായത് നമ്മൾ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുത്തു, എല്ലാം ഷൂട്ട് ചെയ്തെല്ലാം കാര്യങ്ങളൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നിട്ട് അവിടെ അകത്തോട്ട് കയറി എല്ലാം സെറ്റായി കഴിഞ്ഞു, ഓർഡറും ഓൾമോസ്റ്റ് ചെയ്തെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോഴേക്കും അവിടെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം അവർക്കൊരു ഡൗട്ട്. അപ്പോൾ അത് കാരണം അവരുടെ എം ഡിയോട് ചോദിക്കാനായിട്ട് പോയി. അപ്പോൾ എം ഡി വന്നു, എന്നിട്ട് പറയാൻ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ചെയർമാൻ പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇതേ ചെയർമാനോട് അന്ന് വിളിച്ച് ചോദിച്ചിട്ടായിരുന്നു ഇവർ നമ്മളെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചത്. പേര് പറയണമെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് എല്ലാം കാണിച്ചോ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്രീഡം തന്നത്. എന്നിട്ട് ഇപ്പോൾ അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് പബ്ലിഷ് ആയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ അത് കാരണം അവരിപ്പോൾ പറയും അത് അങ്ങനെയാണത് ചെയർമാൻ പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ അതിൻ്റെ എം ഡിയോട് പിന്നെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഒക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്ത കുഴപ്പമില്ല, നിങ്ങൾ വേറെ ഒന്നും ഷൂട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ അവർ തമ്മിലൊരു സംശയം, പിന്നെ അങ്ങനെ സംശയിച്ച് നമ്മൾ കുറേ നേരം അവിടെ പോസ്റ്റ് ആക്കിയത് നമുക്കങ്ങനെ ചുമ്മാ നമുക്ക് അതിൻ്റെ ഇതില്ലെങ്കിൽ നമുക്ക് വേറെ നമുക്കങ്ങനെ നമുക്കൊരു അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഷൂട്ട് ചെയ്ത് വേറെ സ്ഥലമില്ലാത്ത പോലെ അല്ലല്ലോ. അത് പറഞ്ഞ് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. കാരണം കസ്റ്റമർ ഉണ്ടെങ്കിലല്ലേ സ്ഥാപനമുള്ളൂ. നമ്മൾ വിചാരിച്ചാലും കസ്റ്റമർ അവിടെ ചെല്ലാതിരിക്കും. ഇങ്ങനെ കറങ്ങി 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 നമ്മൾ ഇതാ ഇവിടെ എത്തി. ലാസ്റ്റ് എത്തേണ്ടി വന്നു അല്ലേ ഇറങ്ങാൻ ഇവിടെ. ആ നമ്മളെ കാത്തിരിക്കുവായിരുന്നു അല്ലേ, കുറെ കാലം ആയാലും. സോ എന്താ വേണ്ടത് അങ്ങനെ? ഓക്കെ, ഒരു കെ എഫ് സ്ട്രോങ്ങും ഒരു ബഡ്വൈസറും. പിന്നെ അത് കഴിഞ്ഞ് പറയാം. പുള്ളിക്ക് വേറെ കാര്യമുണ്ടല്ലോ കേട്ടോ. നമ്മൾ ഓരോ ബിയറുണ്ട്, ഞങ്ങൾ അപ്പം ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അതായിരിക്കും നല്ലത്. ഒരു കെ എഫ് സ്ട്രോങ്, പിന്നെ ഒരു പ്രോൺസ് ഫ്രൈ ആണോ റോസ്റ്റ് ആണോ നല്ലത്? ഏതാ? ഫ്രൈ. അപ്പോൾ അത് പോയിട്ടോ തിരക്കാണോ? അവര് പറയുന്നല്ലേ തിരക്കില്ലെന്ന്. കർഷകര് പോണം അല്ലേ ഇങ്ങോട്ട് വരാത്തത്. എവിടേക്കാണോ? ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞാല് ശരിയാ. ഇവിടുത്തെ ഈ ലൈറ്റിനൊക്കെ ഓണാക്കി തരുള്ളൂ. ഇവിടെ വേറെ അഡീഷണൽ ലൈറ്റ്സ് ഒന്നും വരത്തില്ല. അതെ, എങ്ങനെ പണി ഇവിടെ തുടങ്ങാല്ലേ? ഓക്കെ യെസ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഏകദേശം ഒരു 3 വർഷം ആവുന്നു നമ്മൾ ഏറ്റവും ഒടുവിൽ ഇവിടെ വന്നിട്ട്. ഐ മീൻ നമ്മൾ ഒരേ ഒരു വട്ടമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഒരു ഉച്ച സമയത്ത് ഞാനും ഡ്രങ്കനും കൂടെ തന്നെ വന്നു, അല്ലേ മിസ്റ്റർ ഡ്രാഗൺ ചെയ്യും. അപ്പോൾ അത്രയും കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇവിടെ. വളരെയധികം നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ബാർ റെസ്റ്റോറൻ്റ് ആണിത്, നമ്മുടെ ഹാർബർ. കാരണം ഇതുണ്ടല്ലേ, കടലിനോട് തൊട്ട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ പകൽ ടൈമിൽ വന്നപ്പോൾ കംപ്ലീറ്റ് ബയോ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്നത് മാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് വരാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം നല്ല റഷ്യം കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ തുടങ്ങിയത് ഇവിടെ നല്ല, പക്ഷെ ഇവിടെ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ ഓഫ് MDTV. അല്ലേ ഡ്രാഗൺ ജി? ഓക്കെ ഗൈസ്. അപ്പോൾ ഈ ഒരു ബാറിന്റെ പേര് ലൈറ്റ് ഹൗസ് ലൗഞ്ച്, നമ്മുടെ ഹാർബറിന്റെ തന്നെ സബ് ഡിവിഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പകല് വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് നമ്മൾ മെനു കാർഡ് കണ്ടോ ഓർക്കുന്നില്ല. നമ്മൾ അന്ന് മെനു ഉണ്ടായിരുന്നു തോന്നില്ലടോ? അതെ. അപ്പോൾ MCD സെലിബ്രേഷനോ മെക്ഡോൾസിന്റെ ഷോർട്ട് ഫോം ആയിരിക്കും അല്ലേ? MC ഇവര് ഡിയും കൂടെ ഉണ്ടാക്കിയത്. 160 രൂപയുള്ള ഒരു പെഗിന് 160 രൂപ. അപ്പൊ അപ്പുറത്തെ എത്ര രൂപയ്ക്ക്? 110 രൂപയാണ്. അവിടെ 110 ഉള്ളപ്പോ 50 രൂപയുടെ ഡിഫറൻസ് അല്ലേ പറഞ്ഞേ? താനപ്പുറം 50 നോക്കുന്നില്ലല്ലോ. ഇവിടുത്തെ ഏറ്റവും വില കൂടിയത്, ഐ മീൻ വോഡ്ക ഫോറിൻ ലിക്കർ 590 രൂപയേ ഉള്ളൂ. അപ്പൊ ഞാനൊന്നും വായിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, ഞാനും നിങ്ങളുടെ കൂടെ തന്നെ വായിക്കും ഇന്നത്തെ സാധനം. ഇതിനകത്ത് ഒന്നും കാണത്തില്ല എല്ലാ സാധനങ്ങളൊന്നും. ഇത് പഴയ മെനു ആയിരിക്കാനാണ് സാധ്യത, അല്ലേടോ?
സോ പ്രഗഞ്ചി ഏതാ വേണ്ടത് നോക്കിക്കോ. എനിക്ക് ഞാൻ ആദ്യം ഒന്ന് തീരുമാനമാക്കട്ടെ. എന്നെ പോലെ തന്നെ ഞാനും സംശയത്തിലാണ്. ബ്രാൻഡി വേണോ ബ്രോ? എല്ലാ സാധനവും ഉണ്ടോ അതിനകത്ത്? അതോ ബിയർ അല്ല ഹോട്ട് ഐറ്റംസ്? ബ്രോ ബിയർ ഏതൊക്കെയുള്ള? മാഗ്നോ, ഒരു ബഡ്വൈസർ മാഗ്നോ, പിന്നെ ഒരു കേഫ് സ്ട്രോങ് ആണ്. ബ്രാൻഡി ഏതൊക്കെ ഉണ്ട് ഇതിനകത്ത്? വൈറ്റ് മിസ്റ്റിഫ് ഉണ്ടോ? വൈറ്റ് മിസ്റ്റിഫ് ഉണ്ടല്ലോ. ഓക്കെ, വൈറ്റ് മിസ്റ്റിഫ് 260, കേഫ് സ്ട്രോങ്, ഒരു ബഡ്വൈസർ മാഗ്നം, വൈറ്റ് മിസ്റ്റിഫ് 260. എനിക്ക് എന്താ പറയുന്നത്? പ്രോൺസ് ഫ്രൈ വല്ലതും ഉണ്ടോ? ഒരു പ്രോൺസ് ഫ്രൈ. വായിച്ചു പഠിച്ച വൈറ്റ് മിസ്റ്റിഫ് 2 പെഗ്. ESP ബ്ലാക്കല്ല ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ മേടിച്ചത്. പിന്നെ നമ്മുടെ വഹാദയിൽ ഇന്നലെ മിനിയാന്ന്. ഓ, നമ്മളൊരു 2-3 വർഷം മുമ്പ് ഇവിടെ വന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ പേരൊന്നും അറിയില്ല. ലൈറ്റിങ്സും കാര്യങ്ങളൊന്നും ഇല്ല. റൂഫ് ഇല്ലായിരുന്നല്ലോ അന്ന് റൂഫ് ഇല്ലായിരുന്നു. എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണത്? എങ്ങനെ? ഇതിന്റെ പൊക്കത്ത് എന്തുവാ? അങ്ങോട്ടും ഉണ്ടോ? മുകളിലോട്ടും ഉണ്ടോ? അവിടെ എന്തോ സംഭവം? അവിടെ ഇപ്പൊ ഓപ്പൺ ആണോ? അതെന്ത് കിട്ടി? പണി നടക്കും. ഞാൻ ചോദിച്ചാൽ അതെ, റോയൽ ആംസ ബ്രാൻഡി അല്ലേ ഇത്? റോയൽ ആംസ് ഉണ്ടോ? കൊതുകുതിരി അത്യാവശ്യമാണ്. മറന്നു പോയല്ലേ? കൊതുകുതിരി അത്യാവശ്യമാണ്. കൊതുകുതിരി കൊതുക് ഇപ്പൊ തന്നെ കടിച്ചിട്ട് വരുവാക്കി അല്ലെ? കൊതുക് രക്തം വളരെ പരിമിതമാണ് നമുക്ക്. ആരും തെറ്റിദ്ധരിക്കണ്ട, ബാക്കിയുള്ള ഐറ്റംസ് പുറകെ വരുമല്ലേ. ഇവിടെ കൊതുകിന്റെ വിളയാട്ടമാണല്ലേ. അത് കാരണം ഞങ്ങളിതാ റോക്കറ്റ് പോലത്തെ 2 കൊതുകുതിരി മേടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കൊതുകുതിരി കാണുന്നു കേട്ടോ. ഇത്രയും വലുത് സത്യമായിട്ട് പറയാം, ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടുന്നൊക്കെ ഭയങ്കര പുറയൊക്കെ പകരുന്നുണ്ടാണ് കൊതുകുതിരിയുടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വിചാരിച്ച പോലെ തുടങ്ങിയില്ല അല്ലെ. എന്തായാലും നമ്മൾ വീണടുത്ത് കിടന്ന് ഉരുളിപ്പൊട്ടുന്നു. നമ്മൾ അവിടെ 4 നിലയിലെ വീടുമല്ല എവിടെ വീണാലും. സോ ദ ഫസ്റ്റ് റൗണ്ട് മൈ വീഡിയോ. ഇതൊരു മുഖ്യ കാഴ്ചയല്ലേ, ഞാനിങ്ങനെ വെക്കും കാര്യമാണ്. രംഗജി, രാത്രി ആവുന്നോണ്ട് നല്ല അടിപൊളി ആംബിയൻസ് ആയിട്ട് മാറുമല്ലോ ഇവിടെ അല്ലെ. ഗ്ലാസ് ഒക്കെ നല്ല ഹെവി ഗ്ലാസ്, അതുകൊണ്ടാണോ പെട്ടെന്ന് തീർത്ത് കളഞ്ഞേ? രംഗരാജ്, യെസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിലെ ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ചാനൽ വീഡിയോ ആണ് അല്ലെ. ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. കാരണം ടൈറ്റിലും തംബ്നെയിലും നിങ്ങൾ കണ്ടു. അപ്പൊ ഇത്രയും നേരം നമ്മുടെ വീഡിയോ തുടങ്ങി ഈ ഒരു പോയിന്റ് വരെ ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. അതാണ് ദ റിയൽ ട്രൂത്ത്. അപ്പൊ എന്നിരുന്നാലും ഇനി, കാരണം നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം മുതൽ നിങ്ങളിൽ പലരും ഒരുപാട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്താണ്, നമ്മുടെ പേര്, നമ്മുടെ ജോലി എന്താണ്, നിങ്ങൾ കല്യാണം കഴിച്ചതാണോ? ഇതാണ് എല്ലാവർക്കും പൊതുവെ അറിയേണ്ട കാര്യം. അപ്പൊ ഡ്രങ്കന്റെ കാര്യത്തിൽ തീരുമാനമായി അല്ലെ. ആ ഒരു കാര്യത്തിൽ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് MD മാത്രമല്ല, ഇനിയും പല അംഗങ്ങളുണ്ട് നമ്മുടെ ചാനലിൽ ഉണ്ടേട്ടാ. ചേട്ടാ, അപ്പോ പറഞ്ഞ 2 വൈറ്റ് മിസ്റ്റിഫ് 60, പിന്നെ ഞാൻ കല്യാണം കഴിച്ചതാണോ? നിങ്ങളിൽ പലരും പലപ്പോഴായിട്ട് ഉടനീളം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കത് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ എന്റെ ജോലി ചോദിച്ചു, ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്റെ ഫാമിലി ലൈഫിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകത്തെ കുറിച്ചാണ് ഞാൻ ആൻസർ ചെയ്യാൻ പോണത്. എന്തായാലും വീഡിയോ ഒന്ന് കൊഴുക്കട്ടെ അല്ലേ ടങ്കച്ചി? അതിനുശേഷം നിങ്ങളെല്ലാവരും
ആന്റിസിപ്പേറ്റ് ചെയ്ത ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തരുന്നതായിരിക്കും. കാരണം അത്ര വലിയൊരു ഹൈഡ് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമില്ല, അത്ര വലിയൊരു പ്രാധാന്യം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ജീവിതത്തിന്റെ കാര്യമില്ലേ, നമ്മളപ്പോ അത് പറയുമ്പോൾ കുറച്ചൊരു ട്വിസ്റ്റും കുറച്ചൊരു ത്രില്ലറൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. ഇത് പ്രോൺസ് ഫ്രൈ ഇല്ല, അതുമില്ല. ഓക്കെ. ഓഹോ, കുറച്ചൊഴിക്കുക കുറച്ച് കഴിക്കുക എന്നുള്ളത് താങ്കളുടെ നിഘണ്ടുവിൽ ഇല്ലല്ലേ? ഇല്ല, കുറച്ച് ഒഴിക്കാനുള്ളത്. മൈക്ക് എന്ത് ചെയ്യും? മൈക്കുണ്ട്. എവിടെ പോയി? ഓക്കെ, അടച്ചോ. ഐസും കിങ് ഫിഷറിന്റെ സോഡയാ. KF സ്ട്രോങ്. ഓ, തന്റെ സ്ട്രോങ്ങിന്റെ സോഡ. പവർ സോഡ. ഓ, പവർ ഫ്ലേവേർഡ് വാട്ടറിന്റെ കൂടെ പവർ സോഡയും കൂടെ അല്ലേ? ഐസ് ഒന്നുമില്ലല്ലോ. ഐസ് ഒന്നുമില്ല. ഓ, ഫസ്റ്റ് റൗണ്ട് ഐസ് ഇല്ലാതെ വിളിക്കാം. ഓക്കെ. ചിൽഡ് സോഡ അല്ലേ? ഇല്ല. ഓക്കെ. ഇവിടെ ആവാം. വേണ്ട, ഗ്ലാസ് വലുതാ. ഒപ്പത്തിനൊപ്പം അല്ലേ? പിന്നെ അതന്നെ, അങ്ങനെ വരും എന്തായാലും. ഇത് ഇന്ന് തന്നെ തുടങ്ങിയ പണിയൊന്നുമല്ലെന്നല്ലേ? നമ്മുടെ പക്കാവടെയൊക്കെ കണ്ടിട്ട് കുറെ കാലമായല്ലേ? എന്താണ് തൊഴിലുകള്? അമ്മോ, എന്താണ് പരിപാടി? അവിടെ ചന്തകളല്ലേ? കൊതുകി വെച്ചിട്ടുണ്ട്. കുന്തിരിക്കും അല്ലേ? ഇതൊക്കെ സത്യം പറഞ്ഞല്ലേ നമ്മുടെ കോവിഡ് സമയമില്ലേ, ആ ഒരു ഓർമ്മകളാ വരുന്നത് ഈ കുന്തിരിക്കൊക്കെ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഈ ഒരു റൗണ്ട് അവിടെ നമ്മുടെ ആ ഒരു പ്രധാനപ്പെട്ട നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും അല്ലേ ഡ്രങ്കൻജി? ഇനി അതിനകത്തും ഒരു ഒളിച്ചോട്ടം ഇല്ല. സോ ആ ഒരു വൈറ്റൽ ചേഴ്സ് ആണ്. സ്നാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിന്റേജ് പക്കവട, പിന്നെ ഡ്രങ്കന്റെ ഫേവറേറ്റ് കുക്കുംബർ അല്ലേ, പിന്നെ ഇവിടുത്തെ വിന്റേജ് സാധനം എന്താണോ? നാരങ്ങ പിടിയിൽ ഡ്രങ്കൻ എക്സ്പേർട്ടാ അല്ലെ? ഇവിടുത്തെ പ്രോൺസ് ഫ്രൈ എന്ന് പറയുമ്പോൾ ഒരു ലെജൻഡറി സാധനമാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുള്ളൂ അല്ലെ? ഇവിടുന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. ഒരേ പൊളിയാണ് ഇവിടുത്തെ. ആ ഉള്ളി വറുത്ത് ഇങ്ങനെ സവോള അല്ലെ, സവോള ഇങ്ങനെ നല്ല നൂൽ പരുവത്തിൽ വടത്തി അതിന്റെ മോളിൽ കൂടി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അതെല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിക്കുമ്പോൾ മോനെ സ്പൂൺ പറയണ്ടോ? ഒരു സ്പൂൺ പറയട്ടെ. ഭയങ്കര ഓയിലിയാ. ഞാൻ മാരീഡ് ആണോ അല്ലയോ? പലർക്കും ഒരു പക്ഷെ ഉത്തരം അറിയാം. എന്നെ അറിയുന്നവർക്ക് അറിയാം അതിനുള്ള ഉത്തരം. നമ്മുടെ ചാനലിലുള്ള നമ്മുടെ സബ്സ്ക്രൈബർ ബ്രദേഴ്സിൽ ചില വ്യക്തികൾക്ക് അറിയാം എന്റെ ഡീറ്റെയിൽ, എന്റെ കംപ്ലീറ്റ് ബയോഗ്രഫി എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ ആൻസർ അവർക്ക് അറിയാം. I am married. That's the final answer. അതെ, ഞാൻ കല്യാണം കഴിച്ചതാണ്, കുറെ കാലം മുമ്പ് കഴിച്ചതാണ്. അപ്പൊ ഞാനിപ്പോ അത് പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് ഇതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് ഒന്നും ആരും പറയാൻ പാടില്ല. കാരണം നമ്മുടെ ചാനലില് നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്നത് വളരെയധികം റെയർ ആണ്. ഇപ്പൊ ഈവൻ ലൈവിലായാലും ഒന്നോ രണ്ടോ പേര് എന്തെങ്കിലും തോന്നിയ ദിവസമൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷെ നമ്മുടെ ചാനൽ വീഡിയോസിൽ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്നത് 1000-1-2 അത്രയും റെയർ ആണ് നമ്മുടെ ചാനലിൽ, നമ്മുടെ വീഡിയോസിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും ഇപ്പൊ വരും അല്ലെ ഡ്രങ്കൻജി? ഈ ഒരു ആൻസർ കേൾക്കുമ്പോൾ പല ചോദ്യങ്ങളും വരും. അത് എന്താണെന്ന് ഞാൻ തന്നെ പറഞ്ഞിരുന്നില്ല. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ അതെല്ലാം ന്യായമായ ചോദ്യങ്ങളായിരിക്കാം. പക്ഷേ പേഴ്സണൽ ബയോഗ്രഫി ആയിട്ട് ലിങ്ക് ചെയ്തുള്ള ചോദ്യങ്ങൾ വേണ്ട എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കാരണം ഞാൻ അതിനൊന്നും ആൻസർ തരൂല്ല.
കാരണം ഈ ഒരു പർട്ടിക്കുലർ ചോദ്യം ഒരുപാട് കാലമായിട്ട് എല്ലാവരും ചോദിക്കുന്നു. ഞാൻ അന്നും ഇന്നും പറയും കമ്മിങ് സൂൺ എന്നേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ അത് ഞാൻ പറയത്തില്ല എന്നൊരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം MD-യോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഉണ്ട്. അത് ഇത്തിരി ലേറ്റ് ആയാലും ആ ഉത്തരം നിങ്ങൾക്ക് തന്നിട്ടേ ഉള്ളൂ ഇത്രയും കാലവും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനും ഞാൻ അന്നും ഇന്നും ഒരേ ഉത്തരേ പറഞ്ഞിട്ടുള്ളൂ, ഇറ്റ്സ് കമ്മിങ് സൂൺ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഉത്തരം ഞാനിപ്പോ തന്നു. ഐ ആം മാരീഡ് ആൻഡ് ഐ ആം സോ പ്രൗഡ് ഓഫ് ഇറ്റ്. അതിൽ ഞാൻ അഭിമാനമേ ഉള്ളൂ എനിക്ക് മാത്രം. കാരണം കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുന്ന കാര്യം, അതൊരു വളരെ പുണ്യമായ ഒരു കാര്യം, നല്ലൊരു കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്തിൽ മറ്റൊരു റിഗ്രറ്റും കാര്യങ്ങളൊന്നും ഇല്ല. റിഗ്രറ്റ് ഉണ്ടാവേണ്ട കാര്യമില്ല ആർക്കും. അതിൽ ഞാൻ ഒരുപാട് സന്തോഷവാനുമാണ്. Cheers to married life. തെങ്ങും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറയുന്ന പോലെ മരവും ചാരി നിന്നവൻ ആലാണോ ആൽമരമാണോ എന്ത് തേങ്ങാൻ തരില്ല, അവൻ കുപ്പിയും കൊണ്ടുപോയി അല്ലെങ്കിൽ മദ്യവും കൊണ്ടുപോയി എന്ന് പറയുന്നവനാണ് ഡ്രങ്കന്റെ കാര്യം അല്ലെ ഡ്രങ്കൻ ജി? അതിൽ നിന്ന് ഒരു പിടിവിടത്തല്ല ഡ്രങ്കൻ. എങ്ങനെയുണ്ട് പ്രോൺസിനെ കുറിച്ച് അഭിപ്രായം? അന്നും അഭിപ്രായം പറഞ്ഞതാണ്, ഓർമ്മയുണ്ടല്ലോ. ഒരു രക്ഷയില്ല ഇവിടുത്തെ. കാരണം ആബ്സല്യൂട്ട്ലി വർക്ക് ഫോർ യുവർ മണി. വലിയ കൊടും ഭീകരനായിട്ടുള്ള 400-500 രൂപയൊന്നും ഇല്ല ഇവിടുത്തെ പ്രോൺസിന്. വളരെ അഫോർഡബിൾ റേറ്റ് ആണ്, പക്ഷെ നല്ല ക്വാണ്ടിറ്റിയിൽ തരും, നല്ല ടേസ്റ്റോടെ കഴിക്കാം. അല്ലെ ഡ്രാഗൺ? അതിന്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവോള. അപ്പൊ ഡ്രങ്കൻ അത്രയൊക്കെ കഴിച്ചു പറഞ്ഞു. ഇനി ഞാനും ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഡ്രങ്കൻ ജി, സ്പൂൺ കൊണ്ട് കഴിക്കണോ ഫോർക്ക് കൊണ്ട് കഴിക്കണോ? യുവർ ചോയ്സ്. ആദ്യം ഫോർക്ക് ഉണ്ടല്ലേ? അപ്പൊ ക്രിസ്പിയാണ് ഈ സവോളയും കഴിക്കണം. അപ്പൊ ഇതിന്റെ പുറകെ സത്യമാണ് ഈ പ്രോൺസിന്റെ പുറകെ സ്പൂൺ കൊണ്ട് സവോളയും കൂടെ വാരി കഴിക്കണം. അപ്പോഴേ ടേസ്റ്റ് അറിയത്തുള്ളൂ അല്ലേ? അതെ. അടിപൊളി. ഈ ഒരു കോമ്പിനേഷനിൽ കഴിച്ചാൽ മാത്രമേ അതിന്റെ പ്യുവർ ടേസ്റ്റ് അറിയത്തുള്ളൂ അല്ലേ ഡ്രാഗൺ? അല്ലാതെ സവാള മാറ്റിയിട്ട് പ്രോൺസ് മാത്രം ഒന്നും അറിയത്തില്ല അല്ലെ? അതാണ് അതിന്റെ ടേസ്റ്റ്. സൂപ്പർ ക്വാളിറ്റി, അഫോർഡബിൾ പ്രൈസ്, അടിപൊളി, മനസ്സ് സംതൃപ്തി അല്ലേ? ഈ എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ഇവിടുന്ന് ഇത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ സ്പെഷ്യൽ ഡിഷായിട്ട്. പക്ഷെ ഇത് മതിയെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലേ? നമ്മളിപ്പോ വലിയ ഹോട്ടലൊക്കെ നമ്മളറിയാം, നമ്മുടെ ചാനൽ അറിയാം, നമ്മൾ വലിയ 400-500 രൂപ കൊടുത്ത് സാധനങ്ങൾ മേടിക്കുന്നു. പക്ഷെ ഇതൊക്കെ മേടിച്ചാൽ മതിയല്ലേ? തീർച്ചയായിട്ടും അതെ. എന്ന് കരുതി ഇവനെ അങ്ങ് അവഗണിക്കാൻ പാടില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. അമ്മോ, എന്തോടോ ഐസും മലയാ? എന്ത് ചെയ്യണം? തുടർന്ന് എല്ലാം ഐസ് മലയാണല്ലോ. അടിപൊളി. അതെന്താണ് ഒരു പീസ് ഐസ് മതിയോ? മതി. മഞ്ഞല്ലേ ഇപ്പൊ? നിറച്ചു വെക്കണോ? അപ്പൊ എന്തായാലും നമ്മളൊരു പ്രശ്നത്തിൽ നിന്ന്, പ്രശ്നമൊന്നല്ല, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നമ്മൾ വന്നു, അതിനെ നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റി അല്ലെ? തീർച്ചയായിട്ടും. അതാണ് MDTVയുടെ ഏറ്റവും വലിയ പ്രാധാന്യം, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് നമ്മൾ തൊടുന്നതെല്ലാം നെഗറ്റീവ്നെസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് അല്ലെ? അതിനെ ഞങ്ങൾ പോസിറ്റീവ് എനർജി ആക്കി മാറ്റും. അതാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവർക്കും ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നു എന്ന് പറയുന്നത്. അതാണ് അതിന്റെ പരമാർത്ഥം. റങ്കൻ കാരണം അതിന് മാത്രം ഐസ് വാരിയിട്ടിട്ടുണ്ട് അല്ലേ? തനിക്കറിയാം. എന്നിട്ട് എന്തോ അടിവശം ഉണ്ടല്ലോ. ഐസ് കട്ടെ ഐസ് കട്ടെ എല്ലാത്തിനും ഉണ്ട്.
ഇത്തിരി ഫ്ലേവർഡ് വാട്ടർ. ഓ, ഒന്നിനെയും ബാക്കി വെക്കുന്ന ഡ്രങ്കിന് ഇഷ്ടമല്ല. കാട്ടിലും മേട്ടിലും എല്ലായിടത്തും MDയുടെ സാന്നിധ്യം ഉണ്ട്. മദ്യ ദൈവമുണ്ട്. ലാസ്റ്റ് കൊണ്ട് മൈക്കൊടി കിടക്കാം. Drunken is ready for the blast. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ പതപ്പിക്കലിന്റെ പുറകെയാണ്. എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ. എവിടെ ഒഴിച്ചാലും എങ്ങനെ ഒഴിച്ചാലും പതപ്പിക്കൽ തന്നെ പതപ്പിക്കൽ. ഏതോ ഇംഗ്ലീഷ് മൂവീസ് കണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഇല്ല പിന്നെ ഇനിയും ബാക്കിയുണ്ടത് ഉണ്ടല്ലേ, എനിക്കറിയാം. അത് വരും. ബഡ്വൈസർ ഒഴിച്ച് മാറ്റണോ, അത്രേ ഉള്ളു. ഉടനെ അവിടെ പിടിക്കും. സവളേ ഉള്ളു. സവള ടേസ്റ്റ്. സവള നല്ല ടേസ്റ്റ്. പിന്നെ സത്യം പറഞ്ഞാൽ ഇത് മതി ടച്ചിങ് ചേട്ടല്ലേ. ചിയേഴ്സിലേക്ക് സ്വാഗതം അല്ലേ. എല്ലാം തട്ടി മറിച്ചിട്ടൊക്കെ പോണ് കേട്ടോ. എന്തോറു. ഓക്കെ ഗൈസ്, അപ്പോ ലാസ്റ്റ് രണ്ടും മൈക്കൊടിയിലെ ഡ്രാഗൺ. അങ്ങനെ പറയാം. ഇന്നത്തെ അതെ, ഇന്നത്തെ മാത്രം ഒരു ചോദ്യമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കാര്യം, അതായത് താങ്കൾ ഇന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം. തീർച്ചയായിട്ടും. ചേട്ടാ, കല്യാണ ശേഷമാണോ വിവാഹ ശേഷമാണോ ഇങ്ങനെ മദ്യപിക്കാൻ തുടങ്ങിയത്? അതെ, ചോദിക്കാം. നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ചോദ്യങ്ങൾ വരുമ്പോ. അതെ, അങ്ങനെ പല ചോദ്യങ്ങളും ഇതിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിന്റെയൊക്കെ ഒരു വിഷമം മാറ്റാൻ വേണ്ടി ഫസ്റ്റ് കേസ്. അതെ, ഇനി അതോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ ഇതിന്റെ. അതെ, തീർച്ചയായിട്ടും. കാരണം ഇത്രയും കണ്ട് സംശയമുള്ളൂ. ഇപ്പൊ ധാരണയായി. ഇനി ചോദിക്കാം. അതെ, ധൈര്യമായിട്ട് ചോദിക്കാം. ചേട്ടൻ എന്തെങ്കിലും വിഷമമുള്ളതുകൊണ്ടാണോ ഇങ്ങനെ മദ്യപിക്കുന്നത്? ഈ ചോദ്യം ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. വിവാഹം കഴിച്ചുകൊണ്ടാണോ മദ്യപിക്കുന്നത്? അതെ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും വരാനിരിക്കുന്നത്. അങ്ങനെ വരാനിരിക്കുന്ന ചോദ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് ഈ ഒരു ലാസ്റ്റ് റൗണ്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനുള്ളത് അടുത്ത ദിവസം ആരംഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. Cheers. എന്താണോ ചിരിക്കുന്നത്? അല്ല പറഞ്ഞ ഇനി നിനക്ക് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ കമന്റുകളും അല്ല, അതിൽ എന്നെ എന്നെ അതിനകത്ത് പെടുത്തണ്ട. കാരണം ഏത് ചോദ്യത്തെയും ഞാൻ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അതെ. സോ ഇന്നൊന്നും കൊണ്ട് തീരുന്നില്ല ഒന്നും അല്ലേ. അതെ, ബാക്കി പരിപാടിയൊക്കെ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺ ആൻഡ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് MD TV. അതുകൂടെ എന്റെ കൂടെ ഈ എന്റെ അമ്മച്ചി ഇതേ പോണോണ്ട് വെള്ളമായതുകൊണ്ട് ഒന്നും അല്ല കേട്ടോ, പടി എക്സ്ട്രാ ചവിട്ടി പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ആബ്സിന്ത് പോട്ടെ കേട്ടോ ട്രാങ്കഞ്ചി. തനിക്കറിയാം, നമ്മൾ ഇന്ന് ഇപ്പൊ ഇവര് കാണുന്ന വീഡിയോയ്ക്ക് പകരം വരേണ്ടിരുന്ന വീഡിയോ ജോളോ ചിപ്സ് വീഡിയോ ആയിരുന്നു, അറിയാലോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ചാനലിൽ അല്ലെ ജോമോന്റെ കൊണ്ട് അതെ തീർച്ചയായിട്ടും മാറ്റി വെക്കേണ്ടി വന്നു. അതാണ്. അതെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് അത് അടുത്ത ആഴ്ചകളിൽ വരുന്നതായിരിക്കും. കമ്മിങ് സൂൺ ആണ്, ഉടനെ തന്നെ ഏതെങ്കിലും ഒരു ആഴ്ചയിൽ വരുന്നത്. തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല. അതിന്റെ കാര്യങ്ങളൊന്നും വിശദമാക്കുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ചോദിക്കും ഇവൻ കല്യാണം കഴിച്ചുകൊണ്ടായിരിക്കും. That's not the reason actually. അതെ. But anyhow, that video will be coming soon.